നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല കെ എ തുളസി പഠിച്ചത്. ഞാൻ പഠിച്ചത് മറ്റൊരു സ്കൂളിലാണ്, മറ്റൊരു കോളേജിലാണ്. അതുപോലെ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് അദ്ദേഹത്തിനുണ്ട് എന്ന് നിങ്ങൾ ഒരു വിശ്വസിക്കാൻ കഴിയുന്ന തെളിവ് എനിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത നിമിഷം ഈ പറയപ്പെടുന്ന സ്റ്റാഫ് എന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒരുപാട് വർഷക്കാലം പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള MP-യുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി, അതുപോലെ തന്നെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി, ഇപ്പോൾ മന്ത്രിയുടെ ഡ്രൈവറായപ്പോൾ എങ്ങനെയാണ് അയാൾ ഡിവൈഎഫ്ഐക്കാരനായിട്ട് മാറിയത്, പെട്ടെന്ന് കൊടുന്നനെ മാറിയത് എന്ന് എനിക്കറിയില്ല. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചപ്പോൾ അയാൾ നല്ലവനായിരുന്നു, അതുപോലെ MP-യുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം നല്ലവനായിരുന്നു. ഈ മന്ത്രിയുടെ ഡ്രൈവറായിട്ട് വന്നപ്പോൾ എങ്ങനെ പാർട്ടി മാറിപ്പോയി എന്നുള്ള ആ അതിശയകരമായിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ സത്യത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനും ആ അതിശയത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ആ വ്യക്തിയുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ DCC കൈപ്പത്തി ചിഹ്നം കൊടുത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഈ എന്റെ ഡ്രൈവറായപ്പോ ഇദ്ദേഹം മാത്രം എങ്ങനെ ഡിവൈഎഫ്ഐ ആയി എന്ന് എനിക്കറിയില്ല. മുണ്ടൂർ കുമ്മാട്ടി ഉത്സവം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതേസമയം DJ പാർട്ടി നയിക്കുന്നത് പലപ്പോഴും ഡിവൈഎഫ്ഐ ആണ്. അവരുടെ DJ പാർട്ടിയിൽ പോയി ആർക്ക് വേണമെങ്കിലും നൃത്തം ചെയ്യാം. അത് ഇന്ന പാർട്ടി എന്നോ ഇന്ന വ്യക്തി എന്നോ ഇല്ല. ആർക്കും, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ നൃത്തം ചെയ്യാം. അങ്ങനെ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോയിൽ നിന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖം അടിച്ചു മാറ്റി അത് കാർഡിറക്കി എനിക്കെതിരെ കളിച്ച ആളുകൾക്കെതിരെ, കളിപ്പിച്ച ആളുകൾക്കെതിരെ ഒന്നും ഒരു കമന്റും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനൊക്കെ ദൈവം കൂലി തന്നോളും എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. CPM-ന്റെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ജീവിത പങ്കാളി. സോഡാ കുപ്പി പൊട്ടിച്ച് കവിളത്തുകൂടെ അത് ഉള്ളിലേക്ക് കുത്തിക്കയറ്റി മാസങ്ങളോളം ICU-വിൽ കിടന്ന് മരണാസന്നമായിട്ടുള്ള നിലയിൽ കിടന്ന് മുന്നോട്ട് പോയി ഇപ്പോൾ അവർക്കെതിരെയൊക്കെ പോരാടി ആ മുറിവിന്റെ അടയാളം മാറ്റുന്നതിന് വേണ്ടി താടി സ്ഥിരമായിട്ട് തന്റെ വ്യക്തിപരമായിട്ടുള്ള അടയാളമാക്കി മാറ്റിയ ഒരു വ്യക്തി എന്റെ ജീവിത പങ്കാളിയായിരിക്കുമ്പോൾ അത്തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെയോ യൂത്ത് കോൺഗ്രസ്സുകാരനെയോ ആക്രമിച്ച ഒരു വ്യക്തിയെ എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കും എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനി ഒരു കാര്യം കൂടി അവരെ എനിക്ക് വെല്ലുവിളിക്കാനുള്ളത്, ഇത് അഹങ്കാരം കൊണ്ടുള്ള വെല്ലുവിളിയല്ല, ജനങ്ങളോടുള്ള, പാർട്ടിയോടുള്ള, മുന്നണിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമുള്ള ഒരു വെല്ലുവിളിയാണ്. എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഡ്രൈവർ, അദ്ദേഹം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമോ ആക്രമണമോ നടത്തിയ വ്യക്തിയാണെങ്കിൽ അതുകൊണ്ട് അത്തരത്തിൽ പ്രചരണം നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്നതാണ് നിങ്ങൾ